കലോത്സവം, ആനിവേഴ്സറി ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ തന്നെയല്ലേ. എല്ലാവരും ചിലപ്പോൾ ഇതൊന്നും ഒരേപോലെ ആസ്വദിച്ചെന്ന് വരില്ലെങ്കിലും പങ്കെടുക്കുന്നവർക്കും പിന്നെ ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ദിവസങ്ങൾ ഭയങ്കര തിരക്ക് പിടിച്ചതുമായിരിക്കും, അത്രയും തന്നെ സന്തോഷമുള്ളതായിരിക്കും. അതുപോലൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. പഠനോത്സവമാണ് സ്കൂളിൽ. അപ്പോൾ എല്ലാ സ്കൂളുകളും ഇത് നിർബന്ധമായിട്ട് അത് വളരെ നന്നായിട്ട് ആഘോഷിക്കണമെന്നൊക്കെ സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മുടെ ആടുജീവിതത്തിലെ നജീബിക്ക ഉണ്ടല്ലോ, അപ്പോൾ ഇക്കയുടെ വീട്ടിൽ പോയി ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് 1:30 കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. പിന്നെ വായു പിടിച്ചാണ് ഇവരെ, കാരണം 3:30 സ്കൂളിലെത്തണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 2 പേരെ, എമ്മിക്കുട്ടിയാണെങ്കിൽ ഭൂമി ദേവിയായിട്ടാണ് ഈ ഒരുങ്ങി നിൽക്കുന്നത്. പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ട് ഒരു കിരീടമൊക്കെ ഡോർഫിൻ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കിരീടമൊക്കെ വെച്ച് അവൾ ഭൂമി ദേവിയായി. റബേക്കയാണെങ്കിൽ ഒരു നാടൻ പാട്ടിൻ്റെ ഡാൻസിനായിരുന്നു കേട്ടോ. അപ്പോൾ അതുങ്ങൾ ഞാൻ അവരെയൊക്കെ ഒരുക്കി. എന്നിട്ട് ഞങ്ങൾക്ക് 3:30 ആയപ്പോൾ എത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിള്ളേരെ മമ്മിയുടെയൊക്കെ വീട്ടിൽ നിർത്തി പോയതുകൊണ്ട് അവിടെ വന്നിട്ടാണ് ഇവരെയൊക്കെ റെഡിയാക്കി പിന്നെ സ്കൂളിലേക്ക് പോയത്. അപ്പം സ്കൂളിൽ ചെന്നിട്ടല്ല, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു മേക്കപ്പ് ചെയ്തിട്ടൊക്കെ പോകേണ്ടത്. എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ ഒരുങ്ങിയൊക്കെയാണ് വന്നത്. അപ്പം എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഇവരെ മേക്കപ്പ് ചെയ്ത് ഡാൻസിനൊക്കെ റെഡിയാക്കി കൊണ്ടുപോയി കേട്ടോ. എമ്മിയുടേതൊരു സ്കിറ്റായിരുന്നു. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഈ പഠനോത്സവം കൈകാര്യം ചെയ്തത്. ആ കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു ആങ്കറിങ്, വെൽക്കം സ്പീച്ച്, അതുപോലെ വോട്ട് ഓഫ് താങ്ക്സ്, അന്ന് വേണ്ട എല്ലാം കുട്ടികൾ തന്നെ ഹാൻഡിൽ ചെയ്തു. അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, നിറച്ച് പഴംപൊരിയും ഐസ്ക്രീമും അതുപോലെ കാപ്പിയും ഒക്കെയുള്ള ഒരു ഷോപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിള്ളേർ തന്നെ അവിടെ നിന്നു. അങ്ങനെ അവർ തന്നെ ക്യാഷൊക്കെ കൈകാര്യം ചെയ്തു. ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു. സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാളിൽ വെച്ചിട്ടോ ഒന്നുമല്ല ഇത് ആഘോഷിച്ചത്, പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവരെ ഈ എമ്മിക്കുട്ടീനെയൊക്കെ ഭൂമിദേവിയായിട്ട് ഒരു ചെയറിൽ കയറ്റി നിർത്തുകയൊക്കെ വേണമായിരുന്നു. ഹൈറ്റ് കുറവാണല്ലോ ഇവർക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറ്റി നിർത്തേണ്ടതൊക്കെ കൊണ്ട് എനിക്ക് ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തിരുന്നുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഭയങ്കര രസമുള്ളൊരു ദിവസമായിരുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഗവൺമെൻറ് അത് ഇനീഷ്യേറ്റീവ് എടുത്ത് അത് സ്കൂളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്, അവരുടെ ആ ഒരു കഴിവും അവർക്ക് എന്താണ് അതിനുള്ളൊരു അഭിരുചി അതൊക്കെ മനസ്സിലാക്കാനും അവരെ അതിന് പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പം എല്ലാവരും ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമല്ലോ. എല്ലാ കുട്ടികൾക്കും ഒരു അവസരം കിട്ടും. ഷെഫൊക്കെ ഉണ്ടായിരുന്നു അന്ന്, നല്ല അടിപൊളിയായിട്ട് സാലഡൊക്കെ ഉണ്ടാക്കി തന്നു ആ മോള്. അതുപോലെ ഒരുപാട് പരിപാടികൾ അവർ സ്കൂള് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു പഠനോത്സവം ഞങ്ങൾക്കിവിടെ കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ പഠനോത്സവം എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഇതിന് മുന്നേ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു സ്കൂൾ ഇതുപോലെ തന്നെ. പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈമാണ്, ഇവർ പങ്കെടുക്കുന്നതും ഞാനത് കാണുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞങ്ങളങ്ങനെ ഒരു 3:30 കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിലേക്ക് പോയി ഇതൊക്കെ അറ്റൻഡ് ചെയ്തു കേട്ടോ. നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ പിള്ളേർക്ക് ഇതുപോലെ നടത്തിയോ പഠനോത്സവം? ഇല്ലെങ്കിൽ നമ്മൾ സ്കൂളിനോട് പറയണം കേട്ടോ. അതൊരു നല്ല കാര്യമാണ്, കുട്ടികളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുന്നതേ. സാധാരണ ആനിവേഴ്സറിക്കൊക്കെ നമ്മൾ ടീച്ചേഴ്സൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യുമല്ലോ കാര്യങ്ങൾ. പഠനോത്സവത്തിൽ പക്ഷെ അങ്ങനെ അല്ലാതെ വരുമ്പോൾ അവർ ഭയങ്കര സന്തോഷമായിരുന്നു. ഇവരുടെ പരിപാടി കഴിഞ്ഞിട്ടും നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ വരുന്നില്ല. അവിടെ നിന്നത് കാണാനും അവരുടെ കൂട്ടുകാരല്ലേ ഇതൊക്കെ ആങ്കർ ചെയ്യുന്നതൊക്കെ, അപ്പോൾ അതൊക്കെ കാണാനൊക്കെ വലിയ താല്പര്യമായിരുന്നു.